മലയാളക്കരയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ വെച്ച് പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന രാമപുരത്തെ സെൻറ്റ് അഗസ്റ്റിനോസ് ദേവാലയം. ബഹുമാനപ്പെട്ട ജോർജ് ഞാറക്കുന്നേലച്ചനാണ് ഇതിൻ്റെ ശില്പി. 2009 ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് ഞാൻ രാമപുരം പള്ളിയുടെ വികാരിയായി ചാർജ് എടുത്തത്. അതുവരെ ഞാൻ മംഗലപ്പുഴ സെമിനാരിയിലെ പ്രൊഫസറായിട്ടും പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ രാമപുരത്ത് വന്നപ്പോൾ തന്നെ പിതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു, പുതിയ പള്ളി പണിയാനായിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മുതലേ രാമപുരത്തൊരു പുതിയ പള്ളി പണിയാനായിട്ട് അച്ഛന്മാർ ശ്രമിച്ചിരുന്നു. കാരണം ഏതാണ്ട് 2000-ൽ ചെല്ലുവാൻ ഇടവക അംഗങ്ങളുള്ള പള്ളിക്ക് നിലവിലുള്ള പള്ളി തീരെ ചെറുതായിരുന്നു. മടത്തിക്കുന്നേലച്ചൻ പണ്ട് കത്തീഡ്രൽ പള്ളി പണിയിച്ച ഉടനെ രാമപുരത്തേക്ക് വന്നു. അച്ഛനൊരു പള്ളി പണിയാൻ ശ്രമിച്ചിട്ട് ഒരു തരത്തിലും വിജയിച്ചില്ല. പിന്നീട് കുന്നേലച്ചൻ, പ്രഗത്ഭനായ കുന്നേലച്ചൻ, പല സ്ഥാപനങ്ങളും പള്ളികളും പണിതിട്ടുള്ള കുന്നേലച്ചൻ ഒരുപിടി ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം കോളേജ് പണിതിട്ട് തിരിച്ചുപോയി. പിന്നീട് വന്ന ഫാദർ മാത്യു നരിവേലിലും ശ്രമിച്ചു, അദ്ദേഹത്തിനും സാധിച്ചില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ വരുന്നതും പുതിയ പള്ളി വേണമെന്ന് പിതാവ് എന്നോട് നിർദ്ദേശിക്കുന്നതും. ഞാൻ വന്ന് പരിശുദ്ധ അമ്മയോടും അഗസ്തീനോസ് മുത്തപ്പനോടും പ്രത്യേകം പ്രാർത്ഥിച്ച് പള്ളി പണിയാനുള്ള ആശയം തന്നെ ജനങ്ങളോട് പറഞ്ഞ് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. അങ്ങനെ 2009 സെപ്റ്റംബർ 4 ഞങ്ങൾ പള്ളിക്ക് കല്ലിട്ടു. രാമപുരത്ത് പുതിയ പള്ളിക്ക് കല്ലിട്ടു. 2009 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പള്ളിക്ക് കല്ലിട്ടത്. 2000-ഓളം ഇടവക അംഗങ്ങളുള്ള കുടുംബങ്ങളുള്ള രാമപുരത്ത് സാമ്പത്തികമായിട്ട് അവിടെ സ്ഥിതി പരിശോധിച്ചാൽ 1000 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിവുള്ളവർ. ബാക്കിയുള്ളത് ഒരു 500 ഇടവക കുടുംബങ്ങൾ ദളിത് കുടുംബങ്ങളായിരുന്നു. ബാക്കിയുള്ളവർ ദളിതരേക്കാൾ സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും വലിയ സഹായം നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും സാധാരണ പള്ളികളിൽ അച്ഛന്മാർ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പല കാറ്റഗറികളായിട്ട് തിരിച്ച് ഇത്ര തുക, നിശ്ചിത തുക അവർ പള്ളിയിൽ ഏൽപ്പിക്കണം എന്നതായിരുന്നു സാധാരണ അച്ഛന്മാർ പിരിവ് നടത്തുന്ന രീതി. എന്നോട് പലരും അങ്ങനെ സജസ്റ്റ് ചെയ്തെങ്കിലും ഞാനത് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാർഡ് അടിച്ചു കൊടുത്തു. അതിൻ്റെ അകത്ത് 4 വർഷം കൊണ്ട് നിങ്ങൾക്കെന്തും തുക പള്ളി പണിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം. അങ്ങനെ കൊടുത്ത ആ കാർഡ് ഓരോരുത്തരും അവനവന് കഴിവുള്ള തുക എഴുതാൻ പറഞ്ഞു. പക്ഷെ പലരും ആത്മാർത്ഥമായിട്ടൊന്നും എഴുതിയില്ല. അവർ ഒരു 1 ലക്ഷം രൂപ തരാൻ സാധിക്കുന്നവർ 10,000 രൂപയോ 25,000 രൂപയോ ഒക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അവരെഴുതി തന്ന കാർഡ് അതേപടി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പള്ളിക്കുള്ള തുടക്കമിട്ടു. പള്ളിക്ക് കല്ലിട്ടു. പിന്നീട് അങ്ങോട്ട് പണി ആരംഭിച്ചു. ഞങ്ങളുടെ കോൺട്രാക്ടർ ഇടപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഭയുടെ കേന്ദ്രമായ കാക്കനാടും മംഗലപ്പുഴ സെമിനാരിയിലുമെല്ലാം വിവിധ കെട്ടിടങ്ങൾ പണിതിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള കോൺട്രാക്ടർ ആൻ്റണി ആയിരുന്നു ഞങ്ങളുടെ ആൻ്റണി. വളരെ പ്രസിദ്ധനായ കോൺട്രാക്ടറായിരുന്നു. എന്നോടുള്ള വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും കൊണ്ടാണ് ആൻ്റണി ഈ ജോലി ഏറ്റെടുത്തത്. ഞങ്ങളുടെ ആർക്കിടെക്റ്റ് ഒരു പുതിയ ചെറുപ്പക്കാരനായിരുന്നു. ജോബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പെരുമ്പാവൂറുകാരൻ. അദ്ദേഹത്തിന് ഒരുപാട് നല്ല പുതിയ നൂതന ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആശയങ്ങളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്ലാൻ വരച്ചു. അതായത് ബൈസാൻറ്റൈൻ, ഗോത്തിക് ആർട്ടുകളുടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള
പിന്നെ പള്ളി പണിയുന്ന രീതി അനുസരിച്ചുള്ള എലമെൻസും കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ഒരു പ്ലാൻ വരച്ചു തന്നു. 2 പ്ലാൻ വരച്ചു തന്നു. അതിൽ നമ്മുടെ യോഗ പ്രതിനിധികൾക്കും അരമനയിലെ പിതാവിനും മറ്റു കൂരിയ അംഗങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഓപ്ഷൻ ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അത് അപ്രൂവ് ചെയ്തുകൊണ്ട് പള്ളിപ്പണി ആരംഭിക്കാനായിട്ട് തുടങ്ങി. പള്ളിയുടെ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്നെ, ലൊക്കേഷൻ തന്നെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പഴയ പള്ളി സെൻറ്റ് മേരീസ് പള്ളി പുരാവസ്തു ഗവേഷണ വകുപ്പ് ഏറ്റെടുത്തത് കൊണ്ട് ആ പള്ളികളിൽ നിന്നും 100 മീറ്റർ എങ്കിലും അകലെ വേണമായിരുന്നു പുതിയ പള്ളിക്ക് കല്ലിടാനായിട്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഈ കാര്യത്തിൽ അസൗകര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് പിതാവും ഞാനും കൂടി ഞങ്ങൾ ആലോചിച്ചാണ് ഇപ്പോൾ പള്ളി ഇരിക്കുന്ന ആ ലൊക്കേഷൻ തീരുമാനിച്ചത്. പലരും സെമിത്തേരിയുടെ ഭാഗത്തുള്ള തെങ്ങും പറമ്പിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ ഫ്രണ്ട് വശമുള്ള അവിടെയൊക്കെ ഫ്രണ്ടിലുള്ള നമ്മുടെ സ്ഥലത്തൊക്കെ പണിയാൻ ആലോചിച്ചെങ്കിലും പിതാവിൻ്റെയും എൻ്റെയും നമ്മുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ പണി ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് മൊത്തത്തിലാകെ വല്ലാണ്ട് പിന്നെ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. അതൊക്കെ ശരിയാക്കി. പിന്നെ ആ ഭാഗത്തെ മണ്ണിൻ്റെ ഉറപ്പ് നമുക്ക് ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് പൈൽ അടിച്ചതിന് ശേഷമാണ് അവിടെ പള്ളിപ്പണി ആരംഭിച്ചത്. പൈലടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുവരെയും പള്ളിക്ക് പൈലടിക്കുന്ന സിസ്റ്റം കണ്ടിട്ടില്ലാത്ത പലരും ഈ പൈലടിച്ച് കഴിഞ്ഞതിൻ്റെ അപ്പർ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ പണി ആരംഭിക്കുന്നത്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തു, മംഗലപ്പുഴ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛൻ പള്ളി പണിയെക്കുറിച്ചോ കെട്ടിടങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലാത്ത ഒരു അച്ഛൻ വന്ന് പള്ളി പണിയാനായിട്ട് തുടങ്ങി. ആദ്യം ഒരാഴ്ച പണിത ഈ പിന്നെ പൈലടിച്ചത് മുഴുവനും വീണ്ടും കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. കാരണം അതിൻ്റെ അപ്പർ ഭാഗം കട്ട് ചെയ്തിട്ടാണ് പിന്നെ പണി തുടങ്ങുന്നത്, അതിൽ പണി ആരംഭിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരികയുണ്ടായി. അനുഭവമില്ലാത്ത ഒരച്ഛനാണ് പുതിയ പള്ളി പണിയാൻ വരുന്നുള്ള ഒരു കമൻറ്റ് തന്നെ ആദ്യം ഉണ്ടായി. പലർക്കും ഉണ്ടായിരുന്നു. ജീവിതകാലം മുഴുവനും സെമിനാരിയിൽ പഠിപ്പിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു വൈദികനാണ് പുതിയ പള്ളിയുടെ ശില്പിയായിട്ട് വരാൻ പോകുന്നത് കേട്ടപ്പോൾ തന്നെ പലർക്കും അതങ്ങോട്ട് മുഴുവനും വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരും എല്ലാവരുമാതിരി വിമർശന ബുദ്ധിയോടുകൂടി നിരീക്ഷിക്കുകയായിരുന്നു എങ്ങനെയാണ് പണി മുന്നോട്ട് പോകുക എന്ന്. അങ്ങനെ പൈലടിച്ചു. അതിനുശേഷം നമ്മൾ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ പള്ളി പണിയാൻ പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവരും എക്സ്പേർട്സ് ആയിട്ടുള്ളവരും ആയിട്ട് കൺസൾട്ട് ചെയ്ത് പിന്നെ പള്ളിയിൽ നിന്നൊരു പ്രത്യേക ഒബ്സർവറെ വാച്ചറെ നമ്മൾ വച്ചിരുന്നു. അങ്ങനെ ആഘോഷമായിട്ട് പള്ളിപ്പണി ആരംഭിച്ചു. ആൻ്റണി നല്ല എക്സ്പേർട്ട് കോൺട്രാക്ടർ ആയിരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ജോബിൻ എന്ന് പറയുന്ന ആർക്കിടെക്റ്റും മിക്കവാറും വരുമായിരുന്നു. നല്ല ചെറുപ്പക്കാരൻ പയ്യനാണ്. നമ്മളോടൊക്കെ വളരെ സ്നേഹമുള്ള അടുപ്പമുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ ഭാവന സമ്പന്നനായിരുന്നു. ആ പള്ളിയുടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ ഭാവനയുടെ പ്രത്യേകത. അങ്ങനെ പള്ളിപ്പണി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ നല്ല സമർത്ഥനായ 4 കൈക്കാരന്മാരെ എനിക്ക് കിട്ടി. ഒരു പാരിഷ് കൗൺസിലും നല്ലൊരു പാരിഷ് കൗൺസിൽ കിട്ടി. ഇവരെല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഇതിനോടകം ഞാൻ വന്ന് 6 മാസത്തോളം കൊണ്ട് തന്നെ ഇടവക പള്ളിയിലെ ഭൂരിഭാഗം ആൾക്കാർക്കും എന്നെ വലിയ ഇഷ്ടമായി. എൻ്റെ കുർബാന, എൻ്റെ പ്രസംഗം, എൻ്റെ ഇടപെടൽ ഇഷ്ടമായതോടുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭിന്നിച്ച് നിന്നിരുന്ന ഇടവക അംഗങ്ങളെല്ലാം തന്നെ ഒരേ മനസ്സോടും ഒരേ ലക്ഷ്യത്തോടും കൂടി എൻ്റെ പിന്നാലെ വന്നു. ഞാൻ അവരോട് പ്രത്യേകം പറയുകയുണ്ടായി, ഈ പള്ളിയുടെ ക്യാമ്പസിന് പുറത്ത് നിങ്ങൾ പല പാർട്ടികളിൽപ്പെട്ടവരാകാം, പക്ഷേ പള്ളിയുടെ ക്യാമ്പസിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വികാരിച്ചൻ്റെ പാർട്ടിയിലെ അതുങ്ങളെല്ലാവരും, അതുകൊണ്ട് പിന്നെ ഇവിടെ ഭിന്നമായ പാർട്ടിയുടെ സ്വരങ്ങളോ ഒരിക്കലും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അവരത് വളരെ കൃത്യമായിട്ട് അത് പാലിക്കുകയും ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബലമായിട്ട് ആൾക്കാരിൽ നിന്നും പണം പിരിക്കുക എന്നുള്ളത് എനിക്ക് തീരെ സ്വീകാര്യമായ ഒരാശയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നോളൂ,
ഇഷ്ടമുള്ളത്, നിങ്ങൾ എന്ത് സാമ്പത്തികമുള്ള ആളാണ് ഇല്ലെങ്കിലും ഈ പള്ളി പണിയിലേക്ക് നിങ്ങൾക്ക് എന്ത് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എഴുതി വാങ്ങിച്ചതും അവർ തന്നതും. പക്ഷേ പള്ളിപ്പണി പിന്നീട് നമ്മൾ പള്ളിപ്പണി തീരുന്ന അവസരത്തിൽ നമുക്ക് ഏതാണ്ട് 25 കോടിയോളം രൂപയായി പള്ളിപ്പണിക്ക്. 25 കോടിയിൽ 5 കോടിയോളമാണ് രാമപുരം കാവ് പിരിച്ചു തന്നത്. ബാക്കി 8 കോടി രൂപ കോളേജ് ഫണ്ടിൽ നിന്ന് നമ്മൾക്ക് സംഭാവനയായി നമ്മൾ സ്വീകരിച്ചു. ബാക്കി 8-5-13 ശേഷം ഏതാണ്ട് 10 കോടി രൂപ ഞാൻ എൻ്റെ പഠനകാലത്തും അതിനുശേഷമുള്ള വിദേശങ്ങളിലെ എൻ്റെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും എൻ്റെ ബന്ധുക്കളും ആയവരോടും പിന്നെ നമ്മുടെ രാമപുരത്തു നിന്ന് പോയി ഗൾഫ് നാടുകളിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ താമസിക്കുന്ന സുഹൃത്തുക്കളോടും സമീപിച്ച് അവരോട് ആത്മാർത്ഥമായി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇതിനിടയിൽ ഞാൻ ഏതാണ്ട് 6 പ്രാവശ്യത്തോളം ഗൾഫിന് പോയി, വിവിധ രാജ്യങ്ങളിൽ 3 വട്ടം അമേരിക്കയ്ക്ക് പോയി, 4 പ്രാവശ്യം ഇംഗ്ലണ്ടിന് പോയി, 2 പ്രാവശ്യം യൂറോപ്പിന് പോയി. ഈ യാത്രകൾക്കെല്ലാം ഞാൻ ഒരു തരത്തിലും പള്ളിയെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നോ എൻ്റെ ബന്ധുക്കളോ ആണ് എൻ്റെ പ്ലെയിൻ ചാർജ് എക്സ്പെൻസ് മുഴുവൻ മീറ്റ് ചെയ്തത്. തന്നെയല്ല ഈ കാലങ്ങളിൽ ഞാൻ യാത്ര പോയ അവസരങ്ങളിൽ അവിടെ കിട്ടിയിട്ടുള്ള സംഭാവന, എനിക്ക് കിട്ടിയിട്ടുള്ള വ്യക്തിപരമായ ചില സംഭാവനകൾ പോലും പള്ളിയുടെ കണക്കിൽപ്പെടുത്തി ആണ് ഞാൻ ഫണ്ട് സ്വരൂപിച്ചത്. അങ്ങനെ എൻ്റെ വ്യക്തിപരമായ അധ്വാനം കൊണ്ടും എൻ്റെ കുടുംബക്കാരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും സ്നേഹിതരുടെയും എല്ലാം സംഭാവന കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഏതാണ്ട് 10 കോടി രൂപയോളം ഞങ്ങൾക്ക് പുറമേ നിന്ന് സംഭരിക്കുവാൻ സാധിച്ചു. പിന്നെ പള്ളിപ്പണി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 3 കോടി രൂപ കടമുണ്ടായിരുന്നു. ആ കടമുള്ള തുക ഞങ്ങൾ ബാങ്കിൽ നിന്നും കടമെടുക്കുകയാണ് ചെയ്തത്. അത് ആ തുക തിരിച്ചടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് ഞാൻ. അപ്പോൾ ഞാൻ പള്ളിയിൽ ഇവിടെ വന്നിട്ട് 2009 ഫെബ്രുവരി വന്ന് ഞാൻ 2019 പള്ളിപ്പണി തീർക്കുന്നത്. പള്ളിയുടെ ഔദ്യോഗികമായ കൂദാശാകർമ്മം വെഞ്ചരിപ്പ് നടക്കുന്നത് 2019 ജനുവരി 13 അഭിമന്യ കർദിനാൾ തിരുമേനി ആലഞ്ചേരി പിതാവാണ് വെഞ്ചരിപ്പ് നടത്തിയത്. ആ വെഞ്ചരിപ്പ് കർമ്മത്തിൽ എൻ്റെ തന്നെ ശിഷ്യനായ ക്ലീമിസ് ബാവ, കർദിനാൾ ക്ലീമിസ് ബാവ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 30ഓളം മെത്രാന്മാർ പങ്കെടുത്തു. കൂടുതൽ പേരും എൻ്റെ ശിഷ്യന്മാരോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ ആയ മെത്രാന്മാരും പിന്നെ നമ്മുടെ രൂപതയിൽ അഭിമന്യ പിതാക്കന്മാരെല്ലാം കലറങ്ങാട്ട് പിതാവും പിന്നെ പള്ളിക്കാപ്പറമ്പിൽ പിതാവും മുരിക്കൻ പിതാവും പങ്കെടുത്തു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് വെഞ്ചരിപ്പ് കർമ്മം 2019 ജനുവരി 13 നടന്നു. അങ്ങനെ ആ നടന്ന 2019 ഞാൻ വന്നിട്ട് 10 കൊല്ലമായതുകൊണ്ട് എനിക്ക് രാമപുരത്തു നിന്നും ട്രാൻസ്ഫർ കിട്ടി. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന മരിയ മെഡിക്കൽ സെൻറ്ററിലേക്ക്. അപ്പോൾ ഈ 3 കോടി രൂപ കടമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ എളുപ്പത്തിൽ ഞാനത് വിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ പോകുന്നത് കൊണ്ട് ഒത്തിരി സമയമെടുത്തു. എങ്കിലും അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കടങ്ങളെല്ലാം എൻ്റെ പിറകെ വന്ന വികാരി അച്ഛൻ അത് വീട്ടാൻ സാധിച്ചു. അങ്ങനെയാണ് ഇതാണ് ചുരുക്കം നമ്മുടെ പള്ളി പണിതതിൻ്റെ. പക്ഷേ പള്ളി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ പിന്നെ പടം കാണുമ്പോൾ അതിൻ്റെ ആർട്ടും അതിൻ്റെ മറ്റുള്ള വിവരണങ്ങളുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പിന്നെ അധ്വാനവും ഭാവനയും നമ്മുടെ സമയവും ഒക്കെ ഇതിന് പിന്നിലുണ്ടെന്നുള്ളതാണ് വലിയ സത്യം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആകെ മൊത്തം പറയാവുന്നൊരു ചരിത്രമുള്ളത്.